guys, welcome back to the video. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റ് ഫോണുകളിൽ ഇല്ലാത്ത സാംസങ് ഫോണിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറേ അധികം ഹിഡൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ബാർ ഒരു ഫിംഗർ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഫിംഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഫുള്ളായിട്ട് തന്നെ ഓപ്പൺ ആവുന്നതാണ്. നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ഐക്കൺസ് എല്ലാം നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫോണിൽ ടോർച്ച് യൂസ് ചെയ്യുന്നവരാണ്. എല്ലാവരുടെ ഫോണിലും ടോർച്ച് ഉണ്ട്. പക്ഷേ സാംസങ് യൂസേഴ്സിന് മാത്രമായിട്ടൊരു ഫീച്ചറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ടോർച്ച് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ ടോർച്ചിൻ്റെ ഐക്കണിൻ്റെ താഴെയായിട്ട് ടോർച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോർച്ചിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത്. അത് മിക്ക ഫോണുകളിലും ഞാൻ കണ്ടിട്ടില്ല, സാംസങ് ഫോണുകളിൽ മാത്രം കണ്ടുവരുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ലെവൽ മാറ്റുകയാണോ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ മുതൽ അങ്ങനെ ലെവൽ മാറ്റുന്നതിനനുസരിച്ച് ടോർച്ചിൻ്റെ ബ്രൈറ്റ്നസ് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ടോർച്ച് ബ്രൈറ്റ്നസ് യൂസ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ ടോർച്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരേ സമയം നമ്മുടെ സാംസങ് ഡിവൈസിൽ നമുക്ക് രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസസ് ഒരേ സമയം നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അതും വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂവീസൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനും ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡോ അല്ലെങ്കിൽ ഇയർബഡോ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാലാമതായിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ്. വേറൊന്നുമല്ല ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ യൂസ് ചെയ്ത് തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫോണിൻ്റെ ടച്ചോ കാര്യങ്ങളൊന്നും ഞാനല്ല യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല ഗൈസ്, ഫിംഗർ സെൻസർ ജസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അത് എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ് അഡ്വാൻസ് ഫീച്ചർ. ആ ഒരു അഡ്വാൻസ് ഫീച്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം മോഷൻ ആൻഡ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഫസ്റ്റ് വരുന്നത്. അതിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കവിടെ ഫിംഗർ സെൻസർ ജസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ അസസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും വളരെ ഒരു അടിപൊളി ഫീച്ചറാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നത് നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നത്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് വോളിയം ഡൗൺ ബട്ടണും അതുപോലെ തന്നെ നിങ്ങൾക്ക് പവർ ഓൺ ബട്ടണും ആയിരിക്കും. നിങ്ങൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ടാപ്പ് ചെയ്തായിരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ അതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു വേ നമുക്ക് നമ്മളുടെ ഫോണിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്കുണ്ട്. കൈ എടുക്കുക, നിങ്ങളുടെ പാം വെച്ചിട്ട് നിങ്ങൾ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആവുന്നതാണ്. അതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് അഡ്വാൻസ് ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ എടുത്ത ഓപ്ഷൻ തന്നെയാണ് മോഷൻ ആൻഡ് ജസ്റ്റേഴ്സ്. അത് നിങ്ങൾ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പാം സ്വൈപ്പ് ടു അൺലോക്ക് അല്ലെങ്കിൽ പാം സ്വൈപ്പ് ടു ക്യാപ്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ആയി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളെ പാം യൂസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു അടിപൊളി ഫീച്ചറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫോണിൻ്റെ നാവിഗേഷൻ ബാറും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ പവർ അപ്പ് സ്വിച്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മടുത്തെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ തന്നെയാണ് ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻഷോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഫോൺ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു അടിപൊളി ഒരു ഫീച്ചറാണിത്. വേറൊന്നുമല്ല, അസിസ്റ്റൻറ്റ് മെനു. ഈ ഒരു അസിസ്റ്റൻറ്റ് മെനു ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് പോകുക. സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് അസസബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ആ ഒരു അസസബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇൻ്ററാക്ഷൻ ആൻഡ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അസിസ്റ്റൻറ്റ് മെനു. ആദ്യം കിടക്കുന്നത് തന്നെയാണ് ആ ഒരു അസിസ്റ്റൻറ്റ് മെനു എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. എനേബിൾ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക്
ഫ്രണ്ടിൽ തന്നെ അസിസ്റ്റൻറ്റ് മെനു എന്ന് പറയുന്ന ഒരു മെനു ഓപ്പൺ ആവുന്നതാണ്. ആ ഒരു മെനു ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യാം, നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു അസിസ്റ്റൻറ്റ് മെനു നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കസ്റ്റമൈസും ചെയ്യാം. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാംസങ് യൂസേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നെവിറ്റി ഡ്യൂഡ് ആൻഡ് ബൈ.